ഇത് എല്ലാവരും അത്ഭുതപ്പെടുകയല്ലേ. കാരണം 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു അയ്യപ്പ ഭക്തി. ഇവരുടെ പശ്ചാത്തലം എന്താണ്? അയ്യപ്പ ഭക്തിയുടെ ഇവരുടെ പശ്ചാത്തലം എന്താണ്? ഇവരുടെ പശ്ചാത്തലം ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് ക്രൂരമായി പെരുമാറി. അവിടെ നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ സമാധാനപരമായി നടത്തിയ ആളുകൾക്കെതിരായി കേസെടുത്തു. ശബരിമലയിലേക്ക് കഴിഞ്ഞ 10 വർഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. വികസനം ഞാൻ പറഞ്ഞല്ലോ, UDF ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് 112 ഏക്കർ വനഭൂമി വാങ്ങിച്ച് അതിന് പകരം വനഭൂമി വനവകുപ്പിന് അക്വയർ ചെയ്ത് ഇടുക്കി ജില്ലയിൽ കൊടുത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പം 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പായപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിലാണ് ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ. എങ്ങനെയുണ്ട്? ശബരിമലയിലെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് ആലോചിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഈ അയ്യപ്പ ഭക്തി എന്താണെന്ന് കേരളത്തിലെ സാമാന്യ യുക്തിയുള്ള അയ്യപ്പ ഭക്തർക്ക് അത് തിരിച്ചറിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങളുണ്ട്. സുപ്രീം കോടതിയിലെ അഫിഡവിറ്റ് സത്യവാങ്മൂലം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? 1. എടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറുണ്ടോ? 2. ശബരിമലയിലെ ഇത്രയും നാൾ വികസന പ്രവർത്തനം എന്തുകൊണ്ട് നടത്തിയില്ല? 82 ലക്ഷമാണ് കവനന്റ് പ്രകാരം കൊടുക്കേണ്ടത്. അത് ആന്റണി സർക്കാർ ഉയർത്തിയ തുകയാണ്. 10 കോടി കൊടുക്കുമെന്നാണ് പറയുന്നത് ബഡ്ജറ്റിൽ. അവസാനം ഈ 82 ലക്ഷം പോലും കൊടുത്തിട്ട് 3 വർഷമായി കൊടുത്തിട്ടില്ല പൈസ. അവിടെ വലിയ പ്രതിസന്ധിയിലാണ് ബോർഡ് പോകുന്നത്. ഇപ്പോൾ ബോർഡിലെ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് കാണിക്ക പൊട്ടിച്ചുകൊണ്ടിരിക്കുക എല്ലാ അമ്പലത്തിലെ. ഈ സ്ഥിതിയിൽ നിൽക്കുക. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള ഈ അയ്യപ്പ സ്നേഹം, ഈ കാപഢ്യം, ഈ രാഷ്ട്രീയ മുതലെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ, അയ്യപ്പ ഭക്തർ, വിശ്വാസികൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.